നമ്മൾക്ക് സ്വിഫ്റ്റ് LXI വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 6 എയർ ബാഗ്സും റിയർ ഡീഫോഗറും 4 ഡോർ പവർ വിൻഡോവും കോമൺ അക്രോസ് ഓൾ വേരിയൻസ്. സോ 60/40 ഫോൾഡബിൾ റിയർ സീറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പേര് പോകും. ZXI വേർഷൻ തുടങ്ങി നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. കണക്ഷനും ഉണ്ട്. സ്പീഡ് റീച്ച് ആയതിനു ശേഷം നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം, ഞാൻ ഡെലീസ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിലെ മാരുതി സുസുക്കിയുടെ ഇൻഡസിൻ്റെ ഷോറൂമിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം മാരുതി സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ 2024 ലോഞ്ച് ചെയ്തിരിക്കുന്ന 4th ജനറേഷൻ വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ ടെറിട്ടറി ഹെഡായ മനോജ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം, എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഇൻഡസ് അരീന മൂവാറ്റുപുഴ ഷോറൂമിലെ ടെറിട്ടറി ഹെഡാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ മോഡൽ അല്ലെങ്കിൽ വേരിയൻ്റ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ZXI പ്ലസ് ആണ്. അതായത് നമ്മളുടെ ഒരു 4th ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. മോർ ദാൻ 30 lakhs കസ്റ്റമേഴ്സ് ഓൾ ഓവർ ഇന്ത്യ സാറ്റിസ്ഫൈഡ് കസ്റ്റമറൈസ്ഡ് നമ്മുടെ 4th ജനറേഷനും ചേർത്ത്. പിന്നെ വേൾഡിൽ നോക്കുവാണെങ്കിൽ 30 million, അതായത് ഏകദേശം 3 crores മേലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ZXI പ്ലസ് ആണ്. ഇതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ റാപ്പ് അറൗണ്ട് ഡിസൈൻ എന്നാണ് പറയുന്നത്. മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഗ്രില്ലിലായിരുന്നു ഈ ക്രോം സിമ്പിൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളത് ഫ്രണ്ട് ബമ്പറിൻ്റെ എക്സ്റ്റൻഷൻ മുകളിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾക്ക് സ്വിഫ്റ്റ് LXI വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 6 എയർ ബാഗ്സും റിയർ ഡീഫോഗറും 4 ഡോർ പവർ വിൻഡോവും കോമൺ അക്രോസ് ഓൾ വേരിയൻസ്. സോ ഇത് നമ്മുടെ 3rd ജനറേഷനിൽ നമുക്ക് VXI തൊട്ടായിരുന്നു ഇത് പവർ വിൻഡോസും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെ ZXI തൊട്ടായിരുന്നു റിയർ ഡീഫോഗറൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ LXI തൊട്ട് 6 എയർ ബാഗ്, റിയർ ഡീഫോഗർ, പവർ വിൻഡോസ് കോമൺ ആണ്. പിന്നെ VXI തൊട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ടച്ച് സ്ക്രീൻ മുമ്പ് ZXI തൊട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് VXI തൊട്ട് ടച്ച് സ്ക്രീൻ ഉണ്ട്. VXI ഓപ്ഷണൽ തൊട്ട് ഇലക്ട്രിക് ഫോൾഡബിൾ മിറർ, പിന്നെ പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, സുസുക്കി കണക്റ്റ്, ഇതെല്ലാം നമുക്ക് VXI ഓപ്ഷനിലോട്ട് തുടങ്ങുന്നു. പിന്നെ L വേരിയൻ്റ് തൊട്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പാണ്. ZXI തൊട്ടാണ് നമുക്ക് LED പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ സൈഡ് വ്യൂ ആണ്. ഈ ഓൾ ന്യൂ ഡിസൈനിൻ്റെ പേര് നമ്മൾ റാപ്പ് അറൗണ്ട് ഡിസൈൻ എന്നാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ 3860 mm ആണ്. ഒരു കമ്പാരിസൺ നോക്കുവാണെങ്കിൽ അതായത് എക്സിസ്റ്റിംഗ് 3rd ജനറേഷൻ 3855 ആയിരുന്നു. ഇപ്പോൾ 3860, ഒരു 5 mm ഇൻക്രീസ് നടന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോക്കുവാണെങ്കിൽ 1735 mm ആണ്. ഇത് ഡ്യുവൽ ടോൺ പ്രിസിഷൻ കട്ട് അലൈവുകളാണ്. ഇത് 15 inch അലൈവിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് LXIയും VXIയിലും 14 inch വീലാണ് വരുന്നത്. അതിൽ വീൽ കവർ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ നിങ്ങൾക്ക് 15 inch ഡ്യുവൽ ടോൺ പ്രിസിഷൻ കട്ട് അലൈവിലാണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ കാണുന്നത് സ്വിഫ്റ്റിൻ്റെ റിയർ വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ നോക്കുവാണെങ്കിൽ C-ഷേപ്ഡ് LED ടെയിൽ ലാംപ്സ് ആണ് എല്ലാ വേരിയൻറ്റിലും. ബേസ് തുടങ്ങി നമുക്ക് LXI തൊട്ട് C-ഷേപ്ഡ് LED ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് കുറിപ്പിട്ടതുപോലെ LXI തൊട്ട് നമുക്ക് ഡീഫോഗർ എല്ലാ വേരിയൻറ്റിലും വരുന്നതാണ്. ZXI പ്ലസ് നോക്കുവാണെങ്കിൽ റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ, ഇത് 3ഉം ആഡാവുന്നതാണ്. പിന്നെ ZXI പ്ലസ് തൊട്ട് നമുക്ക് റിയർ ക്യാമറയും ഉണ്ട്. അതിൻ്റെ വ്യൂ 9 inch സ്മാർട്ട് പ്ലേ പ്രോ സ്റ്റുഡിയോ 9 inch സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റത്തിൽ കാണാവുന്നതാണ്. റിയർ പാർസൽ ട്രേ അവൈലബിൾ ആണ്. പിന്നെ 265 liters ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അതേപോലെ 60/40 ഫോൾഡബിൾ റിയർ സീറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പേര് പോകുമ്പോൾ നിറയെ ലഗേജസ് ഉണ്ടെങ്കിൽ 60/40 ആയിട്ടും, അതായത് ഇപ്പോൾ 3 പേര് പോവുകയാണ്, അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ലഗേജ് സ്പേസ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇല്ല, 2 പേരാണ് പോകുന്നത്, നിറയെ ലഗേജ് സ്പേസ് വേണം, നിറയെ ലഗേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ലഗേജ് സ്പേസ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 265 liters. ഇത് നമ്മുടെ സ്പെയർ വീൽ കമ്പാർട്ട്മെൻ്റ് ആണ്.
4 അലൈവിലാണ് 15 ഇഞ്ചസ് പ്രിസിഷൻ കട്ട് ഡ്യുവൽ ടോൺ അലൈവിൽ 4 വരുന്നത്. നമ്മൾ 5ാമത്തെ വീല് സ്പെയർ വീല് വരുമ്പോൾ അത് സ്റ്റീൽ വീലാണ്, 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള പഞ്ചർ കട വരെ ജസ്റ്റ് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് അടുത്തുള്ള പഞ്ചർ കട വരെ പോകാനായിട്ടുള്ള ഒരു സ്പെയർ വീലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മാക്സ് സ്പീഡ് 80 km ആണ്. സോ അപ്പോൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് അലൈവിൽ പഞ്ചർ ചെയ്തതിന് ശേഷം മാറ്റുക എന്നുള്ളതാണ് സ്പെയർ വീലിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 doors പവർ വിൻഡോൻ്റെയും ആട്ടോ ഡൗൺ ആൻഡ് ആട്ടോ അപ്പ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇത് EORVM ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിററിൻ്റെ സ്വിച്ചസ് ആണ്. ഇത് ഇലക്ട്രിക് ഫോൾഡബിൾ മിററിൻ്റെ സ്വിച്ചസ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഡ്രൈവർ ഓറിയൻറ്റഡ് കോക്പിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും കഴിഞ്ഞ അതായത് 3rd ജനറേഷൻ സ്വിഫ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 5 ഡിഗ്രി ടിൽറ്റഡ് ആണ്. ഇത് 8 ഡിഗ്രി ടിൽറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും ടച്ച് സ്ക്രീനും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC 9 ഇഞ്ച് സ്മാർട്ട് ഫ്ലേ പ്രോ പ്ലസ് മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വയർലെസ് ചാർജർ ZXi വേർഷൻ തുടങ്ങി നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. പിന്നെ ആസ് യൂഷ്വൽ USB ഉള്ളതാണ്. USB ഉണ്ട്, 12 watt സോക്കറ്റ് ഉണ്ട്. ഇത് നോർമലായിട്ട് നമുക്ക് ചാർജിങ് പോയിൻ്റായിട്ട് അഡാപ്റ്റർ ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വേർഷൻ എന്ന് പറയുന്നത് ZXi പ്ലസ് AMTയുടെ മോഡലാണ് കാണുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾസ്, വോളിയം അപ്പ് ഡൗണ്, ചാനൽ ചേഞ്ച് ചെയ്യാനായിട്ട്, പിന്നെ മോഡ്, മ്യൂട്ട് ബട്ടൺ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓൺ ദ ഗോ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കോൾസ് അറ്റൻഡ് ആൻഡ് റിജക്ട് ബട്ടൺ, പിന്നെ വോയിസ് റെക്കഗ്നേഷനും ഉണ്ട്. പ്ലസ് നോക്കുവാണെങ്കിൽ ഇതൊരു സറൗണ്ട് സെൻസ് സിസ്റ്റമാണ്. അതായത് 4 സ്പീക്കേഴ്സ് വിത്ത് 2 ട്യൂറ്റേഴ്സ് ഉള്ള ഒരു സറൗണ്ട് സെൻസ് ബൈ ആർക്കമിസ്, ആ ബ്രാൻഡിൻ്റെ ഒരു സറൗണ്ട് സെൻസ് ആണ്. അപ്പോൾ നിങ്ങളൊരു USB അല്ലെങ്കിൽ USB കൂടെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ ഇട്ട് നിങ്ങൾ പാട്ട് കേൾക്കുവാണെങ്കിൽ വളരെ നല്ലൊരു സൗണ്ട് എഫക്ട്സ് ഇത് കൊടുക്കും. ഇതിൽ പ്രീസെറ്റായിട്ട് 2-3 ബാൻഡും വരുന്നുണ്ട്. അതായത് ഡൈനാമിക് അല്ലെങ്കിൽ നാച്ചുറൽ അതുപോലെ വരുന്നുണ്ട്. പിന്നെ 4 സ്പീക്കേഴ്സും 2 ട്യൂറ്റേഴ്സും ആഡ് ആവുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾസും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 8 ഡിഗ്രി ടിൽറ്റഡ് ആണ്. ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് കോക്പിറ്റ് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റിയറിംഗ് മോഡഡ് ഓഡിയോ കൺട്രോൾസ്, വോളിയം അപ്പ്, വോളിയം ഡൗണ്, പിന്നെ ചാനൽ ചേഞ്ച് ചെയ്യുന്നത് മ്യൂട്ട് ബട്ടൺ, അതേപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ, പിന്നെ വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡിലുള്ളത് നമുക്ക് ಇನ್ನೂ ഒരു കൺവീനിയൻറ്റ് ഫീച്ചർ, അത് നമ്മൾ ഹൈവേസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. സിറ്റി ട്രാഫിക്കിന് ചെയ്യാൻ പറ്റില്ല. ഒരു 3rd ഗിയറും 40 km/h സ്പീഡ് റീച്ച് ആയതിനു ശേഷം നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പ്ലസും മൈനസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലസും മൈനസും ഉണ്ട്. ഈ പ്ലസ് എന്ന് പറയുന്നത് 1.6 km, അതായത് ഒരു പ്ലസ്സിൽ നമുക്ക് 1.6 km/h സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മൈലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1.6 km 1 മൈൽ സ്പീഡ് ഡിക്രീസ് ചെയ്യാവുന്നതാണ്. ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ ഇതിലുണ്ട്, ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു കുറിപ്പിട്ട സ്പീഡിൽ ഒരു 60 km സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്രൂസ് കൺട്രോൾ ആ കുറിപ്പിട്ട സമയത്തിന് ശേഷം അത് കട്ടാവുന്നതാണ്. പിന്നെയും നമുക്കത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രസ് അല്ലെങ്കിൽ മൈനസ് കൊടുത്ത് നമുക്കത് കൊണ്ടുവരാവുന്നതാണ്. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ കവറാണ്. നല്ല കമ്പനിയിൽ തന്നെ ഫാക്ടറി ഫിറ്റഡ് ആണ്. ZXi പ്ലസിൽ വരുന്ന സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫിനിഷിംഗ് കാണാൻ പറ്റും. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ കവർ ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ റിയർ പാസഞ്ചർ സീറ്റിലാണ്. ഇപ്പോൾ മാക്സിമം നമ്മുടെ സീറ്റ്, അതായത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് മാക്സിമം നമുക്ക് പുറകിലോട്ട് വലിച്ചാലും നല്ല ഒരു ലെഗ് റൂം ഇതിൽ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മുടെ റിയർ AC വെൻസ്, ഇത് നമുക്ക് ഈ ZXi പ്ലസ് വേർഷൻ തുടങ്ങി റിയർ AC വെൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ 2 ചാർജിങ് ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് C ടൈപ്പും പിന്നെ ഒന്ന് റെഗുലർ മറ്റേ USB ടൈപ്പും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചില ഐഫോണൊക്കെ നോക്കുവാണെങ്കിൽ C ടൈപ്പ് ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് അതും നമുക്കിപ്പോൾ ഇതിൽ ചാർജ് ചെയ്യാവുന്നതാണ്. സീറ്റിൻ്റെ കോ പാസഞ്ചർ, അതായത് കോ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിൽ നമുക്കൊരു മാപ്പ് പോക്കറ്റും അവൈലബിൾ ആണ്. പിന്നെ പവർ വിൻഡോ സ്വിച്ചസ് ആസ് യൂഷ്വൽ നമ്മളുടെ റിയർ സീറ്റിൻ്റെ മാപ്പ് പോക്കറ്റിൻ്റെ മുകളിലുണ്ട്. പ്ലസ് നമുക്കൊരു 1/2 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും 2
ഡോറിൻ്റെ സൈഡിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ എൻജിൻ റൂമാണ് കാണുന്നത്. ഇത് ഓൾ ന്യൂ Z12E സീരീസ് 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 60 kW അറ്റ് 5700 RPM ആണ്. ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111.7 അറ്റ് 4300 RPM ആണ്. സോ ഇതിൻ്റെ എക്സ്ഷോറൂം കോസ്റ്റ്, അതായത് LXi സ്റ്റാർട്ട് ചെയ്യുന്നത് 6.49 lakhsലാണ്. 6.49 lakhs തുടങ്ങി ZXi പ്ലസ് 9.59 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചസ് വരുന്നത്. എക്സ്ഷോറൂം ആണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ എക്സ്ഷോറൂം കോസ്റ്റ് നോക്കുവാണെങ്കിൽ 9.59 lakhs ആണ്. ഇത് ZXi പ്ലസ് AGS സിംഗിൾ ടോണാണ്. സോ നമ്മൾ 3rd ജനറേഷനേക്കാളും 4th ജനറേഷനിൽ മൈലേജും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 25.75 ആണ് ഇതിൻ്റെ VXi AMTയുടെ മൈലേജ്, ഹയസ്റ്റ് മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസി 25.75. പിന്നെ ഇത് നിങ്ങൾക്ക് ഒന്ന് ഫീൽ ചെയ്യണം, ഇതിൽ ഈ ഡ്രൈവിംഗ് പ്ലഷർ ഒന്ന് അറിയണം, അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേരും മൊബൈൽ നമ്പറും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കോൾ ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാൻ ഒന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ കളേഴ്സ് കാണാനായിട്ടും ഞങ്ങളുടെ നിയർ ബൈ ഉള്ള യാർഡിൽ കസ്റ്റമേഴ്സിനെ കൂട്ടിക്കൊണ്ടുപോയി എനി കളേഴ്സ്, ബ്ലൂ, റെഡ്, വൈറ്റ്, ഗ്രേ, സിൽവർ, എന്ത് കളറാണെങ്കിലും കാണിക്കാനായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പുതിയ മാരുതി സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അതുപോലെ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലോ മൂവാറ്റുപുഴയിലുള്ള ഇൻഡസിൻ്റെ മാരുതി സുസുക്കി അരീനയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ മറ്റുള്ളവരിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.